ഇവിടെ സൂചിപ്പിച്ചതുപോലെ തോൽവിയും ജയവും ഒക്കെ അറിഞ്ഞ നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ്. കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിൽ ദേശീയ ചുമതലയിൽ ഉൾപ്പെടെ വഹിക്കുന്ന ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ പാർലമെന്റിലെ അനുഭവ സമ്പത്തൊക്കെയുണ്ട്. പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യുന്നു, അവരിലേക്ക് കൃത്യമായി ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നുണ്ടോ എന്നത് ഒരു ഘടകം. മറ്റൊന്ന് രാഷ്ട്രീയമായി സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം എത്രത്തോളം ഒപ്പം നിൽക്കുന്നു, ആ പാർട്ടിക്ക് ഉള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ അതെല്ലാമാണല്ലോ പൊതുവെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. ഇവിടെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തരംഗമുണ്ടായപ്പോൾ പോലും 60,000 വോട്ടിന്റെ ലീഡ്. പക്ഷെ അപ്പോഴും ആശ്വസിക്കാൻ പറ്റുന്നത് അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 46% കൊടുക്കുന്നതിന് ലഭിച്ച വോട്ട് എങ്കിൽ ഇത്തവണ 45% ലഭിച്ചു. അങ്ങനെ ടെക്നിക്കലി പറഞ്ഞു പോകാൻ സാധിക്കും. ആ ചിത്രത്തിൽ നിന്ന് പ്രകടമായ മാറ്റം ഇപ്പോൾ മാവേലിക്കരയിൽ കാണുന്നുണ്ടോ കിരൺ? അഭിലാഷ്, സജിത്ത്, ഈ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. മാവേലിക്കര മണ്ഡലം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മാവേലിക്കര മണ്ഡലത്തിൽ ലോക്സഭയിലേക്കാണ് കൊടുക്കുന്നിലിന് തുടർച്ചയായി വിജയിക്കാൻ കഴിയുന്നത്. പക്ഷേ അത് ഇടതുപക്ഷ സ്വഭാവം അതിശക്തമായിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ്. 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലത്തിലെ നിയമസഭാ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഈ നിയമസഭയിൽ മാത്രമല്ല മുൻ നിയമസഭകളിലടക്കം ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ്. അവിടെയാണ് കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സീനിയറായ ഏറ്റവും മുതിർന്ന പാർലമെന്ററി പരിചയമുള്ള എംപിമാരിൽ ഒരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. 7 തവണ വിജയിച്ച എംപിയാണ്. അങ്ങനെ ഉള്ളവർ ഇന്ത്യയിൽ തന്നെ വളരെ അപൂർവമാണ്. ഇന്ത്യൻ പാർലമെന്റിൽ 2-3 പേർ മാത്രമാണ് കൊടുക്കുന്നിനേക്കാൾ പാർലമെന്ററി ചരിത്രത്തിൽ സീനിയോറിറ്റി ഉള്ളത്. അത്തരം ഒരാൾ ഒരു ഭാഗത്ത് നിന്ന് മത്സരിക്കുന്നു. മറുഭാഗത്ത് കേരളത്തിലെ 2 മുന്നണികളും അപൂർവമായി മാത്രമാണ്, ചെറുപ്പക്കാർക്ക് വലിയ അവസരമൊക്കെ കൊടുക്കുമെന്നൊക്കെ പറയുമ്പോഴും ഇവർ ഒരാളും കാര്യമായ അവസരം കൊടുക്കാൻ 2 മുന്നണികളും തയ്യാറായിട്ടില്ല. 1-2 പേർക്ക് വീതമാണ് 2 മുന്നണികളും നൽകിയത്. അതിൽ ഒരാളാണ് CA അരുൺകുമാർ, CPIയുടെ നേതാവ്. CA അരുൺകുമാർ AISFിന്റെയും AYFിന്റെയും ഒക്കെ നേതാവായ CA അരുൺകുമാർ ഒരു പുതുമുഖം. കേരളത്തിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും സീനിയറായ ഏറ്റവും മുതിർന്ന നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെ നേരിടാൻ ഒരു പുതുമുഖമാണ് വരുന്നത്. എങ്ങനെയാണോ കൊടിക്കുന്നിൽ സുരേഷ് ആദ്യ തവണ 89-ൽ പുതുമുഖമായി വന്ന് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് അവിടെ വിജയം നേടുന്നത്, കോൺഗ്രസിന്റെ കൊടി നാട്ടുന്നത്, അതേ മട്ടിൽ തന്നെയാണ് ഇത്തവണ CA അരുൺകുമാറിനെ CPI അവതരിപ്പിക്കുന്നത്. നേരത്തെ ചിറ്റയം ഗോപകുമാറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ, അല്ലെങ്കിൽ നേരത്തെ തന്നെ നിയമസഭാ പരിചയമുള്ള നേതാക്കൾ, അല്ലെങ്കിൽ ചങ്ങര സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ, ഇവരൊക്കെയായിരുന്നു മത്സരിച്ചുകൊണ്ടിരുന്നത്. അതിന് പകരമാണ് ഒരു ചെറുപ്പക്കാരനെ അണിനിരത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു വീറും വാശിയും സ്വാഭാവികമായും 2 മുന്നണികളുടെ ഭാഗത്തു നിന്നുമുണ്ട്. കൊടിക്കുന്നിൽ സുരേഷിന്റെ പോസിറ്റീവ് വശങ്ങൾ നമ്മൾ പ്രധാനമായും പരിശോധിച്ചാൽ, ദീർഘകാലം ഈ മണ്ഡലത്തിൽ MP ആയിരുന്നു. നേരത്തെ അത് അടൂരായിരുന്നപ്പോൾ തന്നെയും അദ്ദേഹം MP ആയിരുന്നു. അതിനുശേഷം പിന്നീട് ഇത് മാവേലിക്കര മണ്ഡലമായി സംവരണ മണ്ഡലമായതിനു ശേഷവും അദ്ദേഹം തുടർച്ചയായി MP ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാ പ്രദേശത്തും, ഈ മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശത്തും ഏതെങ്കിലുമൊക്കെ തരത്തിൽ കൊടിക്കുന്നിലിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട്. ചെറുതും വലുതുമായ വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും സ്വാഭാവികമായും ദീർഘകാലം MP ആയിരുന്ന ഒരാൾ വ്യക്തി എന്ന നിലയ്ക്കുള്ള വലിയ പരിചയം ഉണ്ട്. അങ്ങനെയുള്ള ഒരു മുഖപരിചയം മാത്രമല്ല, നേരിട്ടുള്ള പരിചയമടക്കമുണ്ട്. ഇത് കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. കേന്ദ്രത്തിലൊക്കെ ഒരു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തിനടക്കം സാധ്യതയുള്ള ഒരു നേതാവാണ്. ആ തരത്തിലുള്ള പോസിറ്റീവ് വശം കൂടിയുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, തുടർച്ചയായി കൊടുക്കുന്നതിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടർച്ചയായി വിജയിക്കുന്നതോടുണ്ടാകുന്ന ഒരു മടുപ്പുണ്ട്. ഇങ്ങനെ തുടർച്ചയായി വിജയിക്കുമ്പോഴും കാര്യമായ രീതിയിലേക്ക് മണ്ഡലത്തെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ മണ്ഡലത്തിൽ വിജയം ഉറപ്പാണ് എന്നുള്ള മട്ടിൽ കാര്യമായ വികസന പ്രവർത്തനത്തിലേക്കോ മണ്ഡലത്തിൽ ആകെ ഓടെത്തുന്നതിലൊക്കെ വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ള എതിർപ്പ് സ്വാഭാവികമായും കൊടുക്കുന്നതിന് നേരെയുണ്ട്. പ്രചരണത്തിന്റെ തുടക്കഘട്ടത്തിൽ അങ്ങനെ ഒരു സജീവമായ പ്രവർത്തനം കോൺഗ്രസിന്റെയോ കൊടുക്കുന്നതിന്റെ ഭാഗത്തു നിന്ന് തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അവർ ഓടി മുന്നിൽ കയറുന്ന, അല്ലെങ്കിൽ ഓടി ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരവസ്ഥയിലെത്തിയത്. ഇത്തരം ചില നെഗറ്റീവ് പോയിന്റുകൾ കൂടി കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചുണ്ട്. മറുഭാഗത്താണെങ്കിൽ CA അരുൺകുമാറെ സംബന്ധിച്ച് ചെറുപ്പക്കാരൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റായി നിൽക്കുന്നത്. കേരളത്തിൽ എവിടെയായാലും വലിയ അട്ടിമറികളൊക്കെ നടത്തിയിട്ടുള്ളത് ചെറുപ്പക്കാരായ ആളുകൾ മത്സരിച്ച രംഗത്തേക്ക് വന്നപ്പോഴാണ്. അത് ഈ മാവേലിക്കരയിൽ മാത്രമല്ല, കേരളത്തിലെ ഏത് മണ്ഡലത്തിൽ പരിശോധിച്ചാലും ഭൂരിഭാഗം സമയത്തും ചെറുപ്പക്കാർ വന്നപ്പോഴാണ് വമ്പന്മാർ പലരെയും അട്ടിമറിക്കാൻ കഴിഞ്ഞിട്ടുള്ള അത്തരം ചരിത്രമൊക്കെ ഉള്ളത്. അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടിയാണ് CPI മാവേലിക്കരയിൽ CA അരുൺകുമാറിനെ അവതരിപ്പിക്കുന്നത്. പുതുമുഖം എന്നുള്ള ഒരു പ്ലസ് പോയിന്റ്, അങ്ങനെ ഇതുവരെയും ഏതെങ്കിലും അധികാര സ്ഥാനത്തിരുന്ന ഒരാളല്ല എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആന്റി ഇൻകംബൻസി ഫാക്ടർ അദ്ദേഹത്തിന് നേരെ വരേണ്ടതില്ല, അല്ലെങ്കിൽ എതിർപ്പുകൾ വരേണ്ടതില്ല. പുതിയ ആളുകൾക്ക് കൂടുതൽ അവസരം ലഭിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന 2 പാർട്ടിയിലും അല്ലെങ്കിൽ പാർട്ടികൾ പെടാത്ത ആളുകൾ കൂടിയുണ്ട്. അതൊക്കെ ഒരു പ്ലസ് പോയിന്റായി നിൽക്കുന്നു.
സി അരുൺകുമാറിനെ സംബന്ധിച്ച് മൈനസ് പോയിന്റുകളായി വരുന്നത് കൊടിക്കുന്നിൽ സുരേഷിന്റെ വ്യാപകമായ പരിചയമാണ്. അരുൺകുമാറിനെ സംബന്ധിച്ച് ഒരു പുതുമുഖം എന്നുള്ള ഒരു കൗതുകമാണ്, അല്ലെങ്കിൽ അത്തരമൊരു ഇഷ്ടമാണ് ഉള്ളതെങ്കിൽ അതിനപ്പുറം വ്യക്തിപരമായ പരിചയമുള്ള ആളുകളെ കൂടുതൽ എടുക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായും ദീർഘകാലം MP ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിന് അത്തരത്തിലേക്കുള്ള പരിചയം കൂടുതലുണ്ട്. വ്യക്തിപരമായ മികവുകൾ അങ്ങ് ഈ രണ്ട് തരത്തിലാണ് ഈ രണ്ടുപേരെയും പ്രധാനമായും ബാധിക്കുന്നത്. കലാശാല ബൈജുവാണ് NDAയുടെ സ്ഥാനാർത്ഥി. NDAക്ക് പക്ഷേ മാവേലിക്കര മണ്ഡലത്തിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ വിജയപ്രതീക്ഷയോ അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള വോട്ടിന്റെ ശതമാനമുള്ള കഷ്ടിച്ച് 1 ലക്ഷത്തിനടുത്ത് മാത്രം വോട്ടുള്ള ഒരു കഴിഞ്ഞ തവണ അടക്കം അത്രയും നേടാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അങ്ങനെ ഈ മണ്ഡലത്തിലാകെ ഒരു ത്രികോണ പോരാട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഡയറക്റ്റായ പോരാട്ടം തന്നെയാണ്. അത് LDFും UDFും തമ്മിലാണ്. അവിടെ എടുത്തു പറയേണ്ടത് ഈ കൊടിക്കുന്നിൽ സുരേഷ്, ഇവിടെ കിരൺ ബാബു തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഏറ്റവും സീനിയറായ പാർലമെന്റേറിയന്മാരിൽ ഒരാൾ ആണ് കൊടിക്കുന്നിൽ സുരേഷ്. മാത്രമല്ല കിരൺ, ഒരു ഘട്ടത്തിൽ ഈ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ കേരളത്തിലേക്ക് കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ചാലോ, ഏതെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പാർലമെന്റിൽ നിന്ന് മാറി നിന്നാൽ, പക്ഷേ എനിക്ക് അവിടെ ഒരു പകരക്കാരനെ കണ്ടെത്താനൊക്കെ കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുന്നു. ഇത്തരം സാഹചര്യങ്ങളെ, അതായത് തുടക്കത്തിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന് സംശയിച്ചിരുന്നു, പിന്നീട് സ്ഥാനാർത്ഥിയാകുന്നു, അപ്പോഴും ഈ ഒരുപാട് തവണയായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന ഒരു വെല്ലുവിളി ഉണ്ടല്ലോ എന്ന സംശയമുണ്ടാകുന്നു. അവിടെ സ്വാധീനിച്ചോ എന്നൊരു പ്രധാനപ്പെട്ട കിരൺ, അതൊരു പ്രസക്തമായ വിഷയമാണല്ലോ. കാരണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ എത്തണം, സംസ്ഥാനത്ത് ഒരു മന്ത്രിയാവണം, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ചുമതലക്കാരനാവണം എന്നൊക്കെ ആഗ്രഹം അദ്ദേഹം പരസ്യമാക്കിയതാണ് കൊടിക്കുന്നിൽ. അതിനുശേഷം പുതിയ സാഹചര്യത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പാർലമെന്റിലേക്ക് വീണ്ടും മത്സരിക്കുന്നു. ഈ ഒരു ആദ്യമുണ്ടായ ആശയക്കുഴപ്പം അതൊക്കെ കൊടിക്കുന്നിലിന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? പ്രചരണ രംഗത്തോ അവിടുത്തെ സംഘടനാ രംഗത്തോ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലോ? സജിത്ത്, അഭിലാഷ്, ഒരു പരിധിവരെ അതൊരു ചെറിയ പ്രശ്നം തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം കഴിഞ്ഞതോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. സ്വാഭാവികമായും കൊടിക്കുന്നിൽ സുരേഷ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. തുടർച്ചയായി ഇത്ര തവണ വിജയിച്ച ഒരാൾ, 7 തവണ വിജയിച്ച ഒരാൾ മറ്റാളും കേരളത്തിൽ മത്സരിക്കുന്നില്ല. അത്രത്തോളം വിജയ പാരമ്പര്യം അല്ലെങ്കിൽ വിജയത്തിന്റെ റെക്കോർഡ് അവകാശപ്പെടാൻ കഴിയും. 2 തവണയാണ് അദ്ദേഹം പരാജയപ്പെട്ടത്, 7 തവണ വിജയിക്കുകയും ചെയ്തു. 9 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇതെല്ലാം തന്നെ ലോക്സഭയിലേക്കാണ്. ഒരിക്കൽ പോലും സംസ്ഥാന നിയമസഭയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. സ്വാഭാവികമായും ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന്, സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഏതു സ്ഥാനത്തേക്കും യോഗ്യനായ ഒരു വ്യക്തി കൂടിയാണ്. അതുപോലെ ദളിത് വിഭാഗത്തിൽ നിന്ന് വരുന്ന കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അത് ഇന്ത്യയിലെ തന്നെ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. അതുകൊണ്ട് തന്നെ ഏതു സ്ഥാനത്തേക്കും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ സ്ഥാനങ്ങൾ ലഭിക്കാൻ ഒരു കോൺഗ്രസിന്റെ ഭരണമാണ് വരുന്നതെങ്കിൽ, UDF ഭരണമാണ് വരുന്നതെങ്കിൽ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ ഒരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുകയും അദ്ദേഹം അത് പലപ്പോഴും അഭിമുഖങ്ങളിലൊക്കെ മറ്റൊരു രീതിയിലൊക്കെ തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഞാൻ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നൊക്കെ. പക്ഷേ അത്തരം ഒരു അനുമതി അദ്ദേഹത്തിന് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരുന്നില്ല. മത്സരിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്ക സമയത്ത് അദ്ദേഹത്തിന് എത്രത്തോളം അങ്ങനെ വേണമെങ്കിൽ മാറി നിൽക്കാമെന്നുള്ളൊരു മനോഭാവം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത്തരത്തിൽ പ്രചരണത്തിലും അങ്ങനെ ഒരു മുന്നേറ്റ തുടക്കഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് കുറപ്പം കഴിഞ്ഞപ്പോൾ, തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായും വലിയ തരത്തിലേക്കുള്ള ഒരു പ്രചരണ ചൂടിലേക്ക് കോൺഗ്രസിനും UDF സംവിധാനമാകെ ഉണർന്നു. സ്വാഭാവികമായും കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഒരാൾ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിന്റെ ഭാവിയിലേക്ക് വരുന്ന സംസ്ഥാന മോഹമുണ്ടെങ്കിൽ അതിനുകൂടി ചിലപ്പോൾ ദോഷകരമായി മാറുന്ന ഒന്നായി മാറാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അടക്കം വിലയിരുത്തുന്നുണ്ടാവാം. എന്തായാലും ഇപ്പോൾ ആ തരത്തിലേക്കുള്ള ഒരു ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി മാറി രാഷ്ട്രീയ പോരാട്ടത്തിലേക്കാണ് പ്രധാനമായും ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഈ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപം അല്ലെങ്കിൽ വിലയിരുത്തലുകൾ എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രചാരണത്തിന് ഫണ്ടില്ല, സംഘടനാ സംവിധാനം ശക്തമല്ല എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളുണ്ട്. അത് മാവേലിക്കരയിൽ പ്രകടമാകുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അതോടൊപ്പം യുവാവ് എന്ന ആ ഒരു സാഹചര്യം അതിനെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ അരുൺകുമാറിനും സാധിക്കുന്നുണ്ടോ? ഈ രണ്ട് സംശയം